Charger connected. Why are you late? നമ്മൾ പലപ്പോഴും ഇപ്പം ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ചാർജ് കുത്തി നമ്മളിങ്ങനെ ചെക്ക് ചെയ്യും ചാർജ് ആവുന്നുണ്ടോ. അപ്പം അതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ഫോൺ കുത്തിയപാട് അതിൻ്റെ അത് വോയിസ് റിപ്ലൈ ചെയ്യാൻ പറ്റും. വോയിസിൽ ചാർജ് കണക്റ്റ് ആയി എന്നുള്ളത് നമുക്കത് വോയിസിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചാർജർ കണക്റ്റഡോ എന്താണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം അതെങ്ങനെയാണ് ചെയ്യുക? അതായത് ഇപ്പം നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് നമ്മൾ നോക്കണ്ട ഇങ്ങനെ ചാർജ് ആവുന്നുണ്ടോ. നമുക്ക് എന്താ കമാൻഡ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചാർജ് കണക്ട് ചെയ്യുമ്പോൾ കണക്റ്റഡ് എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്തതെന്ന് വെച്ചാൽ അത് പറയാം. അപ്പോൾ ചാർജ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴും നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതെങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം നമുക്ക്. ഇതിൻ്റെ അകത്ത് നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ മോഡ്സ് ആൻഡ് റൊട്ടീൻസിൽ താഴെ റൊട്ടീൻസ് എന്നാണ് മിഡിൽ കാണുന്നത് ക്ലിക്ക് ചെയ്യാം. അതിൽ മുകളിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആഡ് വാട്ട് വിൽ ട്രിഗർ ദിസ് റൊട്ടീൻ. അതിൽ ചാർജിങ് സ്റ്റാറ്റസ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റാറ്റസ് അതിൻ്റെ അകത്ത് നമ്മൾ ചാർജിങ്ങിൽ കൊടുക്കുക ഡണ്ണ്. ഇനി വാട്ട് ദിസ് റൊട്ടീൻ വിൽ ഡു അടിയിലെത്തത് ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷനിൽ ഷോ കസ്റ്റം നോട്ടിഫിക്കേഷൻ. അതിൻ്റെ അകത്ത് നമുക്ക് മുകളിൽ എന്താണ് ചാർജർ കണക്ട് ചെയ്താൽ എന്താണ് കമാൻഡ് വേണ്ടതെന്നുള്ളത് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാം. ചാർജർ കണക്റ്റഡോ ചാർജിങ്ങോ എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യാം. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ റീഡ് ദിസ് നോട്ടിഫിക്കേഷൻ ലൗഡ് അത് എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുക. എനേബിൾ കൊടുത്തു. ഇനി ഡണ്ണ്. ഇനി അടിയിൽ സേവ് കൊടുക്കുമ്പോൾ അതിൽ കണ്ട് സേവ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ എന്താണ് പിന്നെ ഇത് കൊടുക്കേണ്ട സ്റ്റിക്കറാണ് ഇരുന്നത്. ചാർജിങ് സിമ്പിൾ, ബാറ്ററീൻ്റെ സിമ്പിൾ, ചാർജിങ്ങിൻ്റെ ഇത് കൊടുത്തിരിക്കുന്ന നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഉള്ളത് നോട്ടിഫിക്കേഷൻ്റെ കമാൻഡ് കൊടുത്തതിന് ഇപ്പോൾ ആദ്യം റൊട്ടീനിലൊന്നും കൂടി ക്ലിക്ക് ചെയ്യാം. സെയിം ഫസ്റ്റിലുള്ളത് സെയിം ചാർജിങ് സ്റ്റാറ്റസ്. അതിലടിയിൽ നോട്ട് ചാർജിങ്, അതായത് നമ്മൾ പ്ലഗ് പോയി കഴിഞ്ഞാൽ എന്താണ് കമാൻഡ് എന്നുള്ളത്. ഇപ്പോൾ ചാർജ് ചെയ്യുന്നില്ല. സെയിം അതുപോലെ തന്നെ കമൻറ്റ് കൊടുക്കുക. എന്താ വേണ്ടത്, ചാർജർ ഡിസ്കണക്റ്റഡ് ആണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് കൊടുക്കാം. ചാർജർ ഡിസ്കണക്റ്റഡ്. സെയിം റീഡ് ദിസ് നോട്ടിഫിക്കേഷൻ ലൗഡ് അത് എനേബിൾ കൊടുക്കുക. ഡൺ. അടിയിൽ സേവ് കൊടുക്കുമ്പോൾ എന്താണ് ഇമോജി, ഒരു ഇമോജി സെലക്ട് ചെയ്യും. ബാറ്ററി രണ്ടും സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കമൻറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കണക്റ്റഡോ ഡിസ്കണക്റ്റഡോ രണ്ടും ഏതാണെന്ന് വെച്ചാൽ അത്
സെറ്റ് ചെയ്യാം. ഞാനിപ്പം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കണക്റ്റഡ്. അപ്പോൾ നിങ്ങളും ചെയ്തു നോക്കുക. ബൈ.